സർക്കുലേഷൻ, ഓക്സിജൻ എന്നിവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം ഓരോ ഓർഗൻ പാർട്സിലേക്കും ഓരോ ബ്ലഡ് സെൽസിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്സിജൻ തീരുമ്പോഴോ അവസാനിക്കുമ്പോഴോ അവശേഷിക്കുന്നത് ദോഷകരമായ വിഷവും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. 2 അറകളിൽ അത് ശുദ്ധമായ രക്തത്തെ നിയന്ത്രിക്കുന്നു, ബാക്കി 2-ൽ അത് അശുദ്ധ രക്തത്തെ നിയന്ത്രിക്കുന്നു. ആദ്യം ഹൃദയം ഓക്സിജനുള്ള രക്തം സർക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഹൃദയം ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള രക്തം തിരികെ വലിക്കുന്നു. അതിനുശേഷം ഹൃദയത്തിന്റെ 2ാമത്തെ ഭാഗം അതിനെ ശ്വാസകോശത്തിലേക്ക് തള്ളുന്നു. ശ്വാസകോശത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് അശുദ്ധ രക്തം എത്തുന്നത്. ശ്വാസകോശത്തിൽ എത്തുന്ന അശുദ്ധ രക്തത്തിൽ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനിൽ അയേണിന്റെ അംശവും അടങ്ങിയിട്ടുണ്ട്. ഈ അയേൺ എന്ന കോമ്പൗണ്ടിന് ഒരു സ്പെഷ്യൽ എബിലിറ്റിയും കപ്പാസിറ്റിയും ഉണ്ട്. ഇരുമ്പിന് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ ആഗിരണം ചെയ്യാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാനുമുള്ള അതുല്യമായ കഴിവുണ്ട്. ആഗിരണം ചെയ്യപ്പെടുന്ന ഓക്സിജൻ ഹൃദയത്തിന്റെ 2ാം അറയിലേക്ക് വരികയും വീഴുകയും ചെയ്യുന്നു. ഹൃദയം ഓരോ അവയവത്തിനും ഓരോ രക്തകോശത്തിനും ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഹൃദയം ഡീഓക്സിജനേറ്റഡ് രക്തമോ കാർബൺ ഡൈ ഓക്സൈഡ് രക്തമോ ശ്വാസകോശത്തിലേക്ക് അയക്കുമ്പോൾ അതിനുള്ളിലെ അയേൺ ഓക്സിജനെ ആഗിരണം ചെയ്യാൻ തുടങ്ങുന്നു. അയേണിന് മാഗ്നറ്റിക് സ്വാധീനമോ മാഗ്നറ്റിക് ശക്തിയോ ലഭിക്കുകയാണെങ്കിൽ അത് 30